നമുക്ക് അഞ്ചാമത്തെ പാഠഭാഗം നോക്കാം. ജയന്തി തേ സുഹൃദിനഃ. നമ്മൾ ഈ നാട് അല്ലേ, നാട് നമുക്കറിയാം, ഒരുപാട് ആളുകളുടെ ശ്രമഫലമായിട്ട് സ്വാതന്ത്ര്യം കിട്ടാൻ വേണ്ടി ഒത്തിരി പേര് പരിശ്രമിച്ചതിൻ്റെ ഫലമാണ് നമുക്ക് ബ്രിട്ടീഷുകാരിൽ നിന്നും അല്ലെങ്കിൽ വിദേശ ശക്തികളിൽ നിന്ന് നമുക്ക് മോചനം ലഭിച്ചത്. അതിൽ നമ്മളെ മറക്കാൻ പാടില്ലാത്ത ഏറ്റവും നമ്മുടെ കൂടെ എന്നും രാഷ്ട്ര പിതാവായിട്ട് നമ്മൾ കാണുന്നത് ആരാണ്? മഹാത്മാഗാന്ധി. അദ്ദേഹത്തെക്കുറിച്ചും ബാലഗംഗാധര തിലകിനെ കുറിച്ചും ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചുമാണ് ഈ പാഠഭാഗത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ പാഠഭാഗത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലെ തന്നെ പാഠം നന്നായിട്ട് വായിച്ചെടുക്കുക. ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ജീവനചരിതം. അപ്പോൾ ഒരു ജീവചരിത്രം എഴുതാൻ നമുക്കൊരു പ്രൊഫൈൽ തരും, എന്നിട്ട് അത് വെച്ചിട്ട് ജീവചരിത്രം കുറിപ്പ് എഴുതാൻ പറയും. അപ്പോൾ നമുക്ക് ഒന്നും ചെയ്യാനില്ല, അതിലെല്ലാം നമുക്ക് തന്നിട്ടുണ്ടാവും. അപ്പോൾ അത് സെൻറ്റൻസ് ആയിട്ട് എഴുതണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പാഠഭാഗത്തിലെ കുറേ കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം, എഴുതി പഠിക്കുക തന്നെ വേണം. എന്ന് വെച്ചാൽ എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ജീവനചരിത്രം കൃത്യമായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ഒട്ടും എഴുതാൻ പറ്റാത്തവർ ആ പ്രൊഫൈലിൽ തന്നിരിക്കുന്ന ഭാഗങ്ങളൊന്ന് ഒരു സെൻറ്റൻസ് ആക്കിയിട്ടൊന്ന് എഴുതുക. കൂടുതൽ എഴുതാനാവാത്തവരെ കുറിച്ചാണ് കേട്ടോ പറയുന്നത്. എന്നാൽ പോലും അത് വിട്ടുപോകാൻ പാടില്ല, വിടാതെ എഴുതിക്കോണം. കാരണം അതിനകത്ത് തന്നിരിക്കുന്നുണ്ടാവും അദ്ദേഹത്തിൻ്റെ പേര്, ആരെക്കുറിച്ചാണോ എഴുതാൻ തന്നിരിക്കുന്നത് അവരുടെ പേര്, അവർ ജനിച്ച വർഷം, മാസം, പിന്നെ അവരുടെ അച്ഛനും അമ്മയും, അവർ എന്തൊക്കെ കാര്യങ്ങളാണ് നാടിന് വേണ്ടി ചെയ്തത്, അവരുടെ പുസ്തകങ്ങൾ, അത് എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിക്കണം. അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ ഒരു കോട്ടിങ് നമ്മൾ നോക്കുക. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നമ്മൾ പലപ്പോഴായിട്ട് ഈ ഒരു വാക്ക്, ഈ ഒരു കോട്ടിങ്സ് നമ്മൾ പലയിടത്തും കേൾക്കും. കാരണം ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇത് എടുത്തിരിക്കുന്നത് ഭഗവത്ഗീതയിലാണ്. ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ അതും ഒരു പാരാവാരമായിട്ടുള്ള ഗ്രന്ഥമാണ്. മഹാഭാരതത്തിലെ വ്യാസമഹർഷി രചിച്ച മഹാഭാരതത്തിലെ ഒരു ഭാഗമാണ് എന്ത്? ഭഗവത്ഗീത. ശ്രീകൃഷ്ണൻ അർജുനനെ ഉപദേശിക്കുന്ന ഒരു ഭാഗമാണ്. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ യുദ്ധം ചെയ്യാൻ മടിക്കുന്ന സമയത്ത് അർജുനനെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ പോലെ മോട്ടിവേറ്റ് ചെയ്തിട്ട് ഈ യുദ്ധം ചെയ്യാൻ അർജുനനെ തയ്യാറാക്കുകയും ചെയ്യാണ്. അർജുനന് ആകെ വിഷമാണ് അല്ലേ? മഹാഭാരത യുദ്ധം, മഹാഭാരതമൊക്കെ വായിച്ചിട്ടുണ്ടോ അല്ലെ? കഥകൾ കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അപ്പോൾ അതിനകത്ത് യുദ്ധം ചെയ്യുമ്പോൾ തൻ്റെ കുടുംബത്തിനെയും തൻ്റെ കൂട്ടുകാരെയും അല്ലെങ്കിൽ തൻ്റെ പിതാക്കന്മാരെയും പിതൃതുല്യന്മാരായവരെയും അങ്ങനെയുള്ള ആളുകളെയൊക്കെ എന്താണ് വധിക്കേണ്ടി വരിക എന്ന് പറയുന്ന, അല്ലെങ്കിൽ അവരെ നശിപ്പിക്കുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചും ബുദ്ധിമുട്ടാവും. പക്ഷേ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ എന്ത് ചെയ്യാണ്? കൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അർജുനൻ മനസ്സിലാക്കുകയും യുദ്ധം ചെയ്ത് അവർ വിജയത്തിലേക്ക് എത്തുകയും ചെയ്യാണ്. നമ്മളെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. പക്ഷേ ആ പ്രശ്നത്തിൽ നിന്നെല്ലാം നമുക്ക് എന്താണ്? മോചനം ഉണ്ടാവുകയും ചെയ്യും. ഭഗവത്ഗീത ഒരു പാരായണം ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുകയും ചെയ്യണം. കാരണം നമുക്കതിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ജീവിതത്തിൽ ഓരോ പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോഴും നമ്മൾ തളരാതെ പിടിച്ചു നിൽക്കാൻ, അതൊന്നുമില്ലെങ്കിലും മനോധൈര്യം എന്നൊരു കാര്യം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ, ഇപ്പം നിങ്ങൾ പരീക്ഷ നിങ്ങൾക്ക് നല്ല പേടി ഉണ്ടാവും എന്നറിയാം, എങ്കിലും പരീക്ഷയെ നമ്മൾ പേടിക്കരുത്. കാരണം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. അപ്പം ഇതും ഓരോരോ പരീക്ഷയും, ജീവിതം എന്ന പരീക്ഷയും നമ്മൾ പാസ്സാവണം അല്ലേ? അപ്പോൾ ഭഗവത്ഗീത നിങ്ങൾ മുറുകെ പിടിക്കുക, ഭഗവത്ഗീത എന്താണെന്ന് അറിയാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ കുറേ ദാർശനികന്മാരെ നമ്മൾ പറഞ്ഞു. ബാലഗംഗാധര തിലക്, നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി, ഡോക്ടർ ഉപരാഷ്ട്രപതിയായിരുന്നു നമ്മുടെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ആദ്യത്തെ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊക്കെയാണ് നമുക്കിവിടെ പഠിക്കാനുള്ളത്. അപ്പോൾ കർമ്മത്തിലാണ് നമുക്ക് അല്ലേ ഈ കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. ഇതിൻ്റെ മീനിങ്സ് എന്താണ്? നമ്മൾ കർമ്മം ചെയ്യുക, ഫലം ഇച്ഛിക്കാതെ. നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ പ്രവൃത്തി എന്താണോ അതിനുള്ള ഫലം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നമ്മൾ എന്തൊരു പ്രവൃത്തിയും എന്ത് ചെയ്യുക? നല്ല വ്യക്തമായും നമുക്ക് ആത്മാർത്ഥമായിട്ടും ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രതിഫലം നമുക്ക് എത്തിച്ചേരുക തന്നെ ചെയ്യും. അത് ജീവിത സത്യമാണ്.
അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുക, നമ്മളെ കർമ്മം എന്താണോ അത് ചെയ്യുക, അപ്പോൾ ഫലം വന്നു ചേർന്നുകൊള്ളും. ആ ഒരു വിശ്വാസത്തിൽ മുന്നോട്ട് പോവുക. ഇതി ഭഗവത്ഗീതാ വചനം അനുവർത്തമാനാः ബഹവः മഹാത്മനാ ഇദാനമപി സന്തി. അപ്പോൾ പ്രാചീന ഭാരതേ പ്രാദുർഭൂത ദാർശനിക ഗ്രന്ഥാः പ്രായः സംസ്കൃതേ ഏവാസൻ സർവദർശനാനാം സാരസംഗ്രഹഭൂത ഭവതി ഭഗവത്ഗീത. എല്ലാ ദർശനങ്ങളുടെയും സാരസംഗ്രഹഭൂത ഭവതി ഭഗവത്ഗീത. ആ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എന്തായാലും ചോദിക്കും. അപ്പോൾ ഭഗവത്ഗീതയിൽ ഇവിടെ നമ്മൾ പഠിക്കാനുള്ളത് ബാലഗംഗാധര തിലക്, മഹാത്മാഗാന്ധി, ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. പിന്നെ അദ്ദേഹത്തിന് ഇപ്പോൾ ഈ ഒരു പാരഗ്രാഫിൽ കുറേ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫൈൽ തന്നു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കണം. അതേപോലെ മഹാത്മാഗാന്ധിയെക്കുറിച്ചും പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ചും ഈ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. അപ്പം ഓരോരുത്തരുടെയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു വെച്ചാൽ മതി. അപ്പോൾ ബാലഗംഗാധര തിലകൻ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ എന്താണ് പേര്, പിന്നെ ജന്മം, ഏത് വർഷമാണ് ജനിച്ചത്, എവിടെയാണ് ജനിച്ചത്, മഹാരാഷ്ട്രയിൽ. അദ്ദേഹത്തിൻ്റെ ഏത് വർഷമാണ്, षट्पञ्चाशदधिक अष्टादशशतोत्तरसहस्रतमे त्रयोविंशति ദിനെ അദ്ദേഹം രത്നഗിരിയിലാണ് ജനിച്ചത്. പിതാവ് ഗംഗാധര രാമചന്ദ്ര തിലക്, പ്രസിദ്ധി സ്വാതന്ത്ര്യ സംഗ്രമ നായക, മൃത്യു പിന്നെയോ സാമൂഹിക പരിഷ്കർത്ത, മൃത്യു അദ്ദേഹം മരിച്ച ദിവസവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഇതിങ്ങനെ വിശദമായിട്ട് എഴുതണം, നന്നായിട്ട് ജീവചരിത്രം എഴുതുമ്പോൾ നല്ല വിശദമായിട്ട് എഴുതണം ഒരു പ്രൊഫൈൽ തന്നാൽ. അപ്പോൾ അതിന് നമുക്ക് ഈ പാരഗ്രാഫ് സഹായിക്കും കേട്ടോ. അദ്ദേഹം എന്താണ്, ഇതം പ്രഥമതയാ വേദാനാം കാലനിർണയം കർത്തു സഹ പ്രയത്നം അകരോത്. വേദങ്ങളുടെ കാലനിർണയം നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രയത്നിച്ചത് ആരാണ്, ബാലഗംഗാധര തിലക്. അപ്പോൾ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ ചോദിക്കും, വേദാനാം കാലനിർണയം കരോതും പ്രയത്നം കഹ കരോത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബാലഗംഗാധര തിലക്. അപ്പോൾ അത് ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഭഗവത്ഗീത തത്വങ്ങൾ, അപ്പോൾ അതിനകത്ത് പ്രത്യേകം പറയുന്നുണ്ട് ഓരോരോ വാക്കുകൾ, ഓരോ ഇതെടുത്ത് നോക്കിയാൽ ഭാരതസ്യ സ്വതന്ത്ര, അതിങ്ങനെ വായിച്ചു പോകുന്നില്ല. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് നോക്കാം, എന്നാൽ പിന്നെ നമുക്ക് വേഗം കിട്ടും. സർവദർശനാനാം സാരസംഗ്രഹ ഭൂതാ ഭവതി. ഏതാണ്, രാമായണാണോ? അല്ല. മഹാഭാരതമാണോ? അല്ല. എന്താണ്, ഭഗവത്ഗീത. മഹാഭാരതത്തിൽ തന്നെയുള്ള ഭഗവത്ഗീത കേട്ടോ. വേദാനം കാലനിർണയം ഇതം പ്രഥമതയാ കഹ അകരോത്. ഞാൻ പറഞ്ഞു ബാലഗംഗാധര തിലക്. ആരാണ്, ബാലഗംഗാധര തിലക്. മഹാത്മാഗാന്ധിയിലേക്ക് നമ്മൾ എടുത്തു നോക്കിയാൽ അതിൽ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ കണ്ടു, സത്യശോധനം. സത്യശോധനം, എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ കേട്ടിട്ടില്ലേ, അദ്ദേഹത്തിൻ്റെ ആത്മകഥ. അപ്പോൾ അത് എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരെന്ന് ചോദിക്കാം. അപ്പോൾ എന്ത് എഴുതാൻ പറ്റും, മഹാത്മാഗാന്ധിയുടെ ആത്മകഥയുടെ പേരാണ് സത്യശോധനം. പിന്നെ ചോദിക്കാം എന്ത്, മഹാത്മാഗാന്ധിയുടെ യഥാർത്ഥ നാമം എന്താണ്, മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. അങ്ങനെ ഈ പാഠഭാഗത്തുള്ള ഈ പാരഗ്രാഫിലുള്ള കുറേ കാര്യങ്ങൾ നോക്കാം. പിന്നെ അദ്ദേഹം രാമരാജ്യ സങ്കല്പം അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ കാര്യമാണ്. അദ്ദേഹം എന്താണ്, ശ്രീരാമ ഭക്തനാണ് അല്ലേ. രാമൻ്റെ ധർമ്മങ്ങൾ അദ്ദേഹത്തെ സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ രാമരാജ്യ സങ്കല്പം, രാമൻ്റെ രാജ്യം എങ്ങനെയാണോ അതുപോലെയാണ് നമ്മുടെ നാട് ഉണ്ടാവേണ്ടത് അല്ലേ. രാമരാജ്യ സങ്കല്പമാണ് അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഉള്ളത്. പിന്നെ ഭഗവത്ഗീതയും അദ്ദേഹത്തെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. പിന്നെ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ വേദാന്തസ്യ ധാർമ്മികത ഇതി പ്രഥമ ഗ്രന്ഥ പ്രസിദ്ധീകൃത. അദ്ദേഹത്തിൻ്റെ പ്രധാന ഗ്രന്ഥമാണ് ഏറ്റവും ആദ്യത്തെ വേദാന്തസ്യ ധാർമ്മികത. വേദാന്തം എന്താണ്, വേദത്തിൻ്റെ അന്തം, ഉപനിഷത്ത്, അതിനെക്കുറിച്ചൊക്കെ അദ്ദേഹം നല്ല ധാരണയുള്ള ആളായിരുന്നു. ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ അദ്ദേഹം ക്ലാസ് എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് ഒന്ന് ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. ഓക്സ്ഫോർഡ് സർവകലാശാലയാം ഇതം പ്രഥമതയാ പാഠനായ കഹ അഗച്ഛത് ഡോക്ടർ എസ് രാധാകൃഷ്ണ. ഭാരതസ്യ പ്രഥമ ഉപരാഷ്ട്രപതി കഹ
ഭാരതത്തിൻ്റെ പ്രഥമ ഉപരാഷ്ട്രപതി ആരാണ്? ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. വേദാന്തസ്യ ധാർമ്മികത ഇതി ഗ്രന്ഥസ്യ കർത്ത ഡോക്ടർ എസ് രാധാകൃഷ്ണ. സത്യശോധനം നാമക ഗ്രന്ഥ കർത്ത മഹാത്മാഗാന്ധി. രാമരാജ്യ സങ്കല്പ കസ്യ ചിന്ത? മഹാത്മാഗാന്ധി. അപ്പോൾ ഡോക്ടർ എസ് രാധാകൃഷ്ണ ബാല്യകാലേ കീദൃശീം ശിക്ഷ സമ്പാദിതവാൻ? ഔപചാരിക ശിക്ഷ. അത് വായിച്ചു നോക്കിയാൽ നമുക്ക് കിട്ടും കേട്ടോ. ഗീതാ തത്വേ നിതരാം ആകൃഷ്ട മഹാത്മാഗാന്ധി. അപ്പോൾ മഹാത്മാഗാന്ധിയെയും സ്വാധീനിച്ച ഗ്രന്ഥമാണ് ഏത്? ഭഗവത്ഗീത കേട്ടോ. ബാലഗംഗാധര തിലകിൻ്റെ പുസ്തകം ഏതാണ്? നമ്മളെ ഗീതാരഹസ്യം. ഏതാണ്? ഗീതാരഹസ്യം. മാറിപ്പോരുത് കേട്ടോ. ഭഗവത്ഗീത സ്വാധീനിച്ചതാണ് ആരെ? മഹാത്മാഗാന്ധിയെ. ഭഗവത്ഗീതയെ ഗീതാരഹസ്യം എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം എഴുതിയതാരാണ്? ബാലഗംഗാധര തിലകം. മഹാത്മാഗാന്ധി നമ്മുടെ ആരായിരുന്നു? രാഷ്ട്രപിതാവ്. ഡോക്ടർ എസ് രാധാകൃഷ്ണൻ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേരെന്താണ്? യഥോചിതം യോജയത. നമ്മൾ യോജിപ്പിക്കാൻ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ ചേരുമ്പടി ചേർക്കേണ്ടതാണ് കേട്ടോ. മഹാത്മാഗാന്ധി ഡോക്ടർ എസ് രാധാകൃഷ്ണന്റെ വേദാന്തസ്യ ധാർമ്മികത. ആത്മകഥാ ഗ്രന്ഥം ഏതാണ്? ഗാന്ധിജിയുടെ സത്യശോധനം. ഇതിലുള്ള വിഗ്രഹ പദങ്ങൾ ഒന്ന് നോക്കുക. ദർശനം, ദൃശ്യതേ അനേന ഇതി ദർശനം. വിഗ്രഹ പദങ്ങൾ ഒന്ന് നോക്കിയേ. ദർശനം, ദൃശ്യതേ അനേന ഇതി ദർശനം. പുരുഷോത്തമഃ, പുരുഷേഷു ഉത്തമഃ പുരുഷോത്തമഃ. രാമനെ, ശ്രീരാമനെയാണ് അദ്ദേഹം പുരുഷോത്തമനായിട്ട് കാണുന്നത് നമ്മളും കേട്ടോ. പുരുഷോത്തമഃ, പുരുഷേഷു ഉത്തമഃ പുരുഷോത്തമഃ. രാഷ്ട്രപിത, രാഷ്ട്രസ്യ പിതാ രാഷ്ട്രപിതാ. രാഷ്ട്രസ്യ പിതാ രാഷ്ട്രപിതാ. രാഷ്ട്രപതിഃ, രാഷ്ട്രസ്യ പതിഃ രാഷ്ട്രപതിഃ. സത്യശോധനം, സത്യമാണ് അല്ലെ? സത്യസ്യ ശോധനം, സത്യശോധനം. പിന്നെ ഇതിൽ ഹൃദയ, ഹൃദയ എന്ന് പറയുന്ന ഒരു ഗ്രാമർ ഭാഗം ഒന്ന് നോക്കുക. കൂടെ, നമ്മളെ കൂടെ, അതിൻ്റെ കൂടെ, അങ്ങനെ ആ ഒരു ഇതാണ് വരുന്നത്. പിന്നെ അതിനകത്ത് പഞ്ചമി വിഭക്തിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ടെൻഷൻ ആവണ്ട, നമുക്കത് ഗ്രാമർ ഭാഗം വരുമ്പോൾ പറയാം. കൂടാതെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് എഴുതിയാൽ മാത്രം മതി കേട്ടോ. ഇപ്പോൾ ഉദാഹരണമായിട്ട് പ്രയത്നായ ഹൃദയ ലക്ഷ്യം ന പ്രാപ്നോതി എന്ന് വെച്ചാൽ എന്താണ്? പ്രയത്നം കൂടാതെ നമുക്ക് എന്താണ് ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പറ്റുമോ? നമ്മൾ നേരെ പോയിട്ട് എന്താണ് ലക്ഷ്യം വേണം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനുവേണ്ടി പ്രയത്നിക്കണ്ടേ? അഭ്യാസം ചെയ്യണ്ടേ? നമ്മൾ എത്രമാത്രം അഭ്യാസം ചെയ്യുന്നോ അതിനനുസരിച്ച് നമുക്ക് എന്തുണ്ടാവും? റിസൾട്ട് ഉണ്ടാവും. അത് എഴുതിയിട്ടായാലും വായിച്ചിട്ടായാലും മനനം ചെയ്തിട്ടായാലും ഓർമ്മിച്ചെടുത്തിട്ടായാലും ഒക്കെ നമുക്ക് എങ്ങനെയൊക്കെ വായിക്കാം? ഉച്ച വായന അല്ലേ? ഉച്ചൈഹി. നമ്മൾ ചില ആളുകൾ എന്താണ് ഉറക്ക വായിക്കും, ചിലരെന്ത് ചെയ്യും? മൗനവാചനം, ചിലർക്ക് അതായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും ചേരുന്ന രീതിയിലുള്ള വാചനം നടത്തുക, പഠിക്കുക. അപ്പോൾ മാതൃകാനുസാരം ഏകം പദം ലിഖത ഒന്ന് പറഞ്ഞു നോക്കാം അല്ലേ? നരേഷു ഉത്തമഃ നരോത്തമഃ. രാക്ഷസേഷു ഉത്തമഃ രാക്ഷസോത്തമഃ. മനുഷ്യേഷു ഉത്തമഃ മനുഷ്യോത്തമഃ. കർഷകേഷു ഉത്തമഃ കർഷകോത്തമഃ. അവാർഡൊക്കെ കേട്ടില്ലേ? കർഷകോത്തമ. പിന്നെ രാഷ്ട്രപിത, രാഷ്ട്രസ്യ പിത. അപ്പം അതേപോലെ ഗ്രാമപിത എങ്ങനെ എഴുതും? ഗ്രാമത്തിൻ്റെ പിതാവ്, ഗ്രാമസ്യ പിതാ. രാഷ്ട്രപതിഃ, രാഷ്ട്രസ്യ പതിഃ. ഭവനപതിഃ, ഭവനസ്യ പതിഃ. പിന്നെ നമുക്ക് ഈ പാഠഭാഗത്ത് വേറൊരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ളത് എന്താണ്? ഒരു പാരഗ്രാഫ് തരും, എന്നിട്ട് നമുക്ക് ഈ പാഠഭാഗത്ത് എന്നല്ല നമുക്ക് ക്വസ്റ്റ്യനിൽ പ്രതീക്ഷിക്കാം. ഒരു പാരഗ്രാഫ് തന്ന് അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിക്കും, അതിൽ നിന്ന് ഉത്തരം കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ അങ്ങനെയുള്ള ഖണ്ഡികകളൊന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അതിൻ്റെ ഉത്തരങ്ങൾ ശരിയായിട്ട് കണ്ടെത്തി എഴുതുക. പിന്നെ ജീവനചരിത്രം എഴുതാനും ചോദിക്കാം. ഇതിൽ ചിലപ്പോൾ മഹാത്മാഗാന്ധിയെക്കുറിച്ച് ചോദിക്കാം, ബാലഗംഗാധര തിലകിനെ കുറിച്ച് ചോദിക്കാം, ഡോക്ടർ എസ് രാധാകൃഷ്ണനെ കുറിച്ച് ചോദിക്കാം. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് നോക്കി വെക്കുക കേട്ടോ.